ഹലോ! എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചക്ക കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചക്കത്തോരനാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ദേ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ദേ വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മുറിച്ച് കഷ്ണാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി കഷ്ണം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ ചോളയൊക്കെ ഒന്ന് നമുക്ക് പറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കയ്യിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ പശയായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കഴിഞ്ഞാൽ ആ പശയൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ എല്ലാ ചോളയും നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ കുറച്ച് ചക്കക്കുരുവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോരനിൽ കുറച്ച് ചക്കക്കുരു ഇടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചക്കക്കുരും ചക്കച്ചോളയൊക്കെ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ തോരൻ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മൺചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് പകുതി വെന്ത് എല്ലാ വെള്ളമൊക്കെ വറ്റി അതിലൊരു ലേശം വെള്ളം കിടന്നോട്ടെ, അത് നമുക്കൊന്ന് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് അരക്കപ്പ് നാളികേരത്തിലേക്ക് പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും. ഇഞ്ചി നമ്മളെപ്പോഴും കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇതൊന്ന് അരച്ച് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിക്കാം. നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കത്തോരനാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.